സ്റ്റീരിയോ വരുന്നത്. സ്ക്രീനൊക്കെ എങ്ങനെയാണ്, അതിൽ 2 USB കൊടുക്കാനുള്ളത്, നമ്മളെ സ്റ്റെയറിംഗ് കൺട്രോൾ, യൂട്യൂബ്, നമ്മളെ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ GPS-ഉം സകലമാന സംഭവങ്ങളും ഉണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു ആൾട്ടോയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ആക്സ് സർവീസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കതുള്ള സാധാ ഒരു സ്റ്റീരിയോ ആണ്. നമ്മളിത് മാറ്റിയിട്ട് ഇതിനകത്തേക്ക് വിത്ത് റിവേഴ്സ് ക്യാം അടക്കമുള്ള ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഡാഷ്ബോർഡിൽ ഇവിടെ ആയിട്ട് ഇവിടെ 2 സ്ക്രൂസ് വരുന്നുണ്ട്. ഈ 2 സ്ക്രൂ റിമൂവ് ചെയ്തിട്ട് ഇതിങ്ങോട്ട് നേരെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പോർഷൻ പുറത്തേക്ക് വരുന്നതാണ്. ഇതെടുത്തിട്ടുണ്ട്. അതിനാണ് നമുക്ക് രണ്ടാമത് നമുക്ക് ഈ കാണുന്ന ഈ 4 സ്ക്രൂ ഉണ്ട്. ഈ സൈഡിലുള്ള ഈ 4 സ്ക്രൂ നമുക്ക് ഊരി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഊരിയെടുക്കാം. അതായത് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി 1 by 1 ആയിട്ട് നമ്മൾ ഇത് റിമൂവ് ചെയ്തിട്ട് എങ്ങനെ അടുത്തത് കണക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഫുള്ളായിട്ട് ഈ വീഡിയോ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടിരുന്ന് കണ്ടെങ്കിൽ മാത്രമേ ഇത് ആർക്കെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടിരുന്ന് കാണുക. താങ്ക് യു. വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമുക്ക് ഈ ബോക്സിലുള്ള ഈ സ്ക്രൂ ഒക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ 4 സൈഡിലായിട്ടുള്ള ഈ സ്ക്രൂകളെല്ലാം റിമൂവ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഈ ബോക്സിലുള്ള ഈ പഴയ വയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഭാഗത്തായിട്ട് ഞാൻ ഈ കാണിച്ച പോലെ നമുക്ക് ഈ ബ്ലാക്ക് ലൈനിൽ നമുക്ക് ഈ പവർ കേബിൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പവർ കേബിൾ നമുക്കിതിലൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ നമുക്കുള്ള ഈ ബാക്കിയുള്ള പോർട്സ് അതിനകത്ത് ഈ ഒരു വലിയ സെക്ഷൻ വന്നിട്ട് നമുക്ക് ഈ ഒരു സെയിം വലിയൊരു സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ വലിയൊരു സ്ലോട്ട് ഉണ്ട്, അതിലേക്ക് സെയിം ഈ ലൈന് ഒന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കുള്ള ചെറിയ ഒരു 4 പോർട്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്കായിട്ട് നമുക്കിത് അവിടെ ഈ ഒരു വലിയൊരു പോർട്ടുണ്ട്. അതാ സെയിം ആ വലിയ പോർട്ടിലേക്ക് തന്നെ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്തെടുക്കാം. അത് റിവേഴ്സ് ക്യാമറയുടെയൊക്കെ ലൈൻസാണ്. പിന്നെ വന്നിട്ടുള്ളത് നമുക്കത് USB-ൻ്റെ ഈ 2 പോർട്സാണ്. അത് രണ്ടും ഈ ചെറിയ 2 പോർട്ടിലേക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഇത് 2 പോർട്ടും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഏകദേശം നമ്മുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഉള്ളത് ഈ വണ്ടിയിൽ ഓൾറെഡി ഇതിനകത്തൊരു സെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഇലക്ട്രിക്കൽ സെക്ഷനുകളൊന്നും ചെയ്യാനുണ്ടാവില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ സെക്ഷനിൽ തന്നെ നമുക്ക് വരുന്നത് ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഈ മൈക്കിൻ്റെ പോർട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്ലോട്ടാണ് ഈ വരുന്നത്. നമുക്ക് മൈക്ക് ഇവിടെ ആയിട്ടാണ് നമ്മൾ മൈക്ക് സെറ്റ് ചെയ്യുന്നത്. ഈ മുകൾ ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് മൈക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ ചാനൽ ഊരി അതിൽ കൂടെ വയറിംഗ് ഒക്കെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ GPS വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഈ GPS-ൻ്റെ സിഗ്നൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഈ ഒരു മൊഡ്യൂള്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റ വയർ നമ്മൾ വലിച്ചിട്ട് ഈ ഓപ്ഷൻ കണ്ടോ, ഇതിനകത്തൊക്കെയാണ് നമ്മൾ ഡാറ്റ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് നമുക്കൊരു ആൻറ്റിനയുടെ ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി നമുക്ക് വണ്ടിയിൽ വരുന്നതാണ്. ആൻറ്റിനയുടെ ഈ വയർ കണ്ടോ, നമുക്ക് വണ്ടിയിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഓരോരോ വയറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനത് എങ്ങനെയാണ്, ഏതൊക്കെ ലൈൻസ് ആണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബാക്കി വയറൊക്കെ നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, ഇത് കണ്ടോ, ഈ വയറിന് മുകളിൽ തന്നെ ഫ്രണ്ട് FL പ്ലസ് FL മൈനസ്, അതുപോലെ തന്നെ നമുക്ക് സ്പീക്കേഴ്സ് വയറെല്ലാം തന്നെ ഇതിനകത്ത് ഫ്രണ്ടും ബാക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ വയർ നോക്കി നമ്മൾ കണക്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് പവറിൻ്റെ കാര്യമാണ് ഒന്ന് ജസ്റ്റ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ചെയ്തെടുത്തതായതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഈ വണ്ടിക്കകത്ത് തന്നെ ഫുൾ ടൈം ഇപ്പോൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പവർ വരേണ്ട ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അല്ലാത്ത നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്ത് വരുന്ന മാത്രം ഒരു പവറുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ ട്രേസ് ചെയ്ത് എടുത്ത ഒരു ലൈനാണ്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് ഫുൾ ടൈം ഇതിനകത്ത് പവർ വന്ന് കിടക്കുന്ന ഒരു ലൈനാണ്. അപ്പോൾ നമ്മളതിന് അഡീഷണൽ ഒരു ഫ്യൂസും കൂടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വണ്ടി ഇപ്പോൾ ഇഗ്നിഷൻ ഓഫാണ്. ഇപ്പോൾ നമുക്കതിൽ 12 സംതിങ് വോൾട്ട് ഇതിനകത്ത് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ചാവി ഓൺ ആക്കുന്ന സമയത്ത് മാത്രം നമ്മൾ സിസ്റ്റം ഓൺ ആവാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ലൈനാണ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടുള്ളൂ. നമ്മളിത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓണാക്കിയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിനി ജസ്റ്റ് ഇതിലൊരു പാട്ടും പ്ലേ ചെയ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ നമുക്കിനി ബാക്കി ഇത് റിവേഴ്സിൻ്റെ ലൈന് ക്യാമറേൻ്റെ ലൈൻസൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നുള്ളൂ. അതാണ് നമ്മുടെ ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിയൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിതിൻ്റെ കേസിലേക്ക് തന്നെ ഇത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ ഏകദേശം നമ്മൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി റിവേഴ്സ് ഗിയറിൻ്റെ കണക്ഷൻസും പിന്നെ ക്യാമറയുടെ കണക്ഷനും മാത്രമൊന്നും കൊടുക്കാനുള്ളൂ. അത് ബേക്കിൽ ബമ്പർ റിമൂവ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്കവിടെ ചെറിയൊരു ഹോൾ അടിക്കാനുമുണ്ട്. നമ്മുടെ സ്റ്റീരിയോൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമുക്കിതാണ് സ്റ്റീരിയോ വരുന്നത്. സ്ക്രീനൊക്കെ ഇങ്ങനെയാണ്. അതിൽ 2 USB കൊടുക്കാനുള്ളത് നമ്മളെ സ്റ്റെയറിംഗ് കൺട്രോൾ, യൂട്യൂബ്, നമ്മളെ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ GPS-ഉം സകലമാന സംഭവങ്ങളും ഉണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. നമുക്ക് കോൾ എടുക്കാനുള്ള ഓപ്ഷനും കോണ്ടാക്ട്സും സകലമാന എല്ലാ പരിപാടിയും ഉണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ വർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിവേഴ്സ് ക്യാമിൻ്റെ ഫംഗ്ഷനാണത്. നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ തന്നെ ക്യാമറ ഓണായി വരും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്ലാരിറ്റി നമുക്ക് അതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീരിയോ വരുന്നത്. നമ്മുടെ വർക്കൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റീരിയോൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള വർക്കിംഗ് ആണ്. ഞാനിപ്പോൾ കുറേ നേരം തന്നെ ഇപ്പോൾ വർക്ക് വെച്ച് നോക്കി. അപ്പോൾ നമുക്കതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിലുള്ള തന്നെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കയറിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.